ആമിർ ഖാൻ ഒരു ലവ് ജിഹാദിയാണ്. ആമിർ ഖാനെ കൊന്നാൽ 5 കോടി രൂപ പ്രതിഫലം. ഈ അലവലാതിയാണ്. ഇത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഏതാ ദാസായി അലവലാതി എന്നില്ലേ, ഈ അലവലാതിയാണ് അത് ഓഫർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ലോറൻസ് ബിഷ്ണോയുടെ മാഫിയ ഗാങ്ങും. ഇവർ രണ്ടും അമീർ ഖാൻ ഹിന്ദു സ്ത്രീകളെ കല്യാണം കഴിക്കുന്നു, അതുകൊണ്ട് അത് ലവ് ജിഹാദാണ്, കൊല്ലണം എന്നൊക്കെ പറയുന്നു. ഇതേപോലത്തുള്ള ആൾക്കാർ നെഗ്ലക്ട് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തിൽ കൂടി വരുന്ന അല്ലെങ്കിൽ രാജ്യത്തെ തീവ്ര ഹിന്ദുത്വ മാഫിയ സംഘങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, ബോധവൽക്കരണം വേണം എന്നുള്ളത് കൊണ്ടാണ് ആ വീഡിയോ ചെയ്യുന്നത്. ആമിർ ഖാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സത്യമേവ ജയതേ പോലെ ഇന്ത്യ കണ്ട ഏറ്റവും ദേശസ്നേഹമുള്ള പാട്രിയോട്ടിക് ആയ ഒരു സീരീസ് എടുത്ത വ്യക്തിയാണ്. അസംഖ്യം സിനിമകളിലൂടെ രാജ്യസ്നേഹവും നമ്മുടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യവും മതസൗഹാർദ്ദവും ഒക്കെ ഉയർത്തിപ്പിടിച്ചുള്ള ഒരു വ്യക്തിയാണ്. ഇത് നമ്മുടെ മംഗൾ പാണ്ഡെ, ഇത് പക്ഷേ ആദ്യത്തെ ഫ്രീഡം ഫൈറ്റർ ആയ മംഗൾ പാണ്ഡെ, ആദ്യത്തെ ഫ്രീഡം 1857 ആദ്യത്തെ ഫ്രീഡം ഫൈറ്റ്സിൽ ഒന്നിൽ ആദ്യ വെടിപൊട്ടിച്ച ആളാണ് മംഗൾ പാണ്ഡെ. ആ മംഗൾ പാണ്ഡെയെ അനശ്വരനാക്കിയ വ്യക്തിയും ആമിർ ഖാനാണ്. അപ്പൊ ഇതേപോലുള്ള ധാരാളം പുഴുക്കുത്തുകൾ, ഗോഡ്സേവാദികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും കാണില്ല. അപ്പൊ ആ വാർത്ത നമുക്കൊന്ന് കാണാം. എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആമിർ ഖാൻ 3ാമതും ലവ് ജിഹാദ് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. ആ ബേസിലാണ് അവർ അമീർ ഖാന്റെ വധഭീഷണി അടക്കം പറയുന്നത്. 2-3 പേരുണ്ട്. ബോളിവുഡ് സൂപ്പർ താരം ആമിർ ഖാന് വധഭീഷണി. ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ്ങിന്റെ പേരിലാണ് ഭീഷണി സന്ദേശം പ്രചരിച്ചത്. താരം 3ാം തവണയും വിവാഹം ചെയ്തത് ലവ് ജിഹാദ് ആണെന്നും ഇത്തരം ചെയ്തികൾ വെച്ച് പൊറുപ്പിക്കില്ലെന്നുമാണ് സന്ദേശമായി വന്നിരിക്കുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും ഗൗരിസ്പ്രാറ്റുമായി നടൻ ആമിർ ഖാന്റെ 3ാം വിവാഹം നടന്നത് ജൂലൈ 5-ന്. പിന്നാലെ തുടങ്ങി വിവാദങ്ങളും വിദ്വേഷ പരാമർശങ്ങളും. തുടക്കമിട്ടത് മഹാരാഷ്ട്രയിലെ BJP മന്ത്രി നിതേഷ് റാണ. ആമിർ ഖാൻ ലവ് ജിഹാദിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയെന്ന് മന്ത്രി. ഏറ്റെടുത്തത് ബജ്രംഗ് ദൾ അടക്കമുള്ള സംഘടനകൾ. കൊലവിളിയും കൊന്നാൽ പാരിതോഷികവും വരെ എത്തി. ഒടുവിൽ കുപ്രസിദ്ധ ഗുണ്ടാ സംഘം ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ്ങിന്റെ വധഭീഷണി. ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ അർസു ബിഷ്ണോയിയുടെയും ടൈസൺ ബിഷ്ണോയിയുടെയും പേരിലാണ് ഭീഷണി സന്ദേശം. ജയ് സീതാറാം എന്നൊക്കെ ഗുണ്ടകളാണ്, മാഫിയ ഗുണ്ടാ സംഘങ്ങൾ. ജയ് സീതാറാം എന്ന് ഭഗവാനെ, ശ്രീരാമനെതിരെ ക്ഷമിക്കട്ടെ. ഗുണ്ടാ സംഘങ്ങൾ, അറസ്റ്റ് ചെയ്യപ്പെട്ട സംഘങ്ങൾ, കാനഡയിൽ തീവ്രവാദികളെന്ന് മുദ്ര കുത്തിയപ്പെട്ട ലോറൻസ് ബിഷ്ണോയ് സംഘങ്ങൾ. ജയ് സീതാറാം. നമ്മുടെ സംസ്കാരത്തിനെതിരാണെന്ന്. അപ്പൊ മാഫിയ പ്രവർത്തനവും ഗുണ്ടാ പ്രവർത്തനവും തീവ്ര പ്രവർത്തനവും നമ്മുടെ സംസ്കാരത്തിന് അനുകൂലമാണല്ലോ, നമ്മുടെ സംസ്കൃതിക്കെതിരാണെന്ന്. आमिर खान जैसे लोग लव जिहाद को बढ़ावा दे रहे हैं, इसको चेतावनी है कि इसकी हरकतों को हम कभी बर्दाश्त नहीं करेंगे. ഞങ്ങൾ സഹിക്കൂല, നീ സഹിക്കണ്ട. साथियों को चेतावनी है कि जल्दी इनकी सांसें दबा दी जाएगी. जहां भी चमत्कार, ऐसा चमत्कार दिखाएंगे कि याद रखेंगे, आगे से ऐसी हरकत करने में सोचेंगे. ആമിർ ഖാൻ രാജ്യത്ത് ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് സനാതന ധർമ്മത്തിനും രാജ്യത്തിന്റെ സംസ്കാരത്തിനും വിരുദ്ധമാണ്. താരത്തെ ഇനി വെച്ചു. രാജ്യത്തിന്റെ സംസ്കാരം പോയിന്റാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഗുണ്ടാ സംഘം, തീവ്രവാദി സംഘം, എന്താ പറയുക, മാഫിയ സംഘം, അതൊക്കെ രാജ്യത്തിന്റെ സംസ്കാരത്തിന് അനുകൂലമാണല്ലോ. കുറിപ്പിക്കില്ലെന്നും ഉടൻ തന്നെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും സന്ദേശം. നേരത്തെ കൃഷ്ണമുഖത്തെ വേട്ടയാടി എന്ന പേരിൽ സൽമാൻ ഖാനെതിരെയും വധഭീഷണി ഉണ്ടായിരുന്നു. ഒടുവിൽ സൽമാന്റെ മുംബൈയിലെ വസതിക്ക് നേരെ വെടിവെപ്പിലെത്തി കാര്യങ്ങൾ. മുൻ മന്ത്രി ബാബ സിദ്ദിഖിയുടെ കൊലപാതകത്തിലും ബിഷ്ണോ ഗ്യാങ്ങിന്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ഭീഷണി സന്ദേശത്തിൽ ആമിർ ഖാൻ പരാതി നൽകിയിട്ടില്ല. ശബ്ദ സന്ദേശവും സോഷ്യൽ മീഡിയ പോസ്റ്റും പരിശോധിച്ചു വരുന്നതായി മുംബൈ പോലീസ് പറഞ്ഞു. ഗൗരി ക്രിസ്ത്യൻ മതത്തിലാണ് ജനിച്ചത്. തന്റെ കുടുംബത്തിൽ മുൻപും മിശ്രവിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. ആരും മതപരിവർത്തനം നടത്തിയിട്ടില്ല. കാലം മുന്നോട്ട് പോകുന്തോറും തമാശയായി മാറുന്നുവെന്നായിരുന്നു ആമിർ നേരത്തെ വിവാദങ്ങൾക്ക് നൽകിയ മറുപടി. മുംബൈ അത് തന്നെയാണ് നല്ല മറുപടി. ഇതേപോലത്തുള്ള ഈ അലവലാദികളെ കൊണ്ട് നമ്മുടെ നാടിന് യാതൊരു ഗുണവും ഇല്ലെന്ന് മാത്രമല്ല, നമ്മുടെ നാടിന് ദോഷം മാത്രമേ ഉള്ളൂ. ഇതേപോലത്തുള്ള മനുഷ്യർ നമ്മുടെ നാടിന്, സനാതന ധർമ്മത്തിന്, ഹിന്ദു ധർമ്മത്തിന് അപമാനം മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഇയാളൊക്കെ ആരാണെന്നുള്ളതാണ്. അയോധ്യയിലടക്കമുള്ള സ്ഥലങ്ങളിൽ ഏതോ ഒരു സന്യാസിയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതേപോലത്തുള്ള ആൾക്കാർ ഈ നാടിന്റെ ശാപമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം കാണില്ല. അപ്പോൾ ഇത്തരക്കാരെ ഒരു കാരണവശാലും എന്താ പറയണേ, ആക്റ്റീവായി നമ്മൾ തള്ളി പറയാതിരിക്കരുത്. ഇതുപോലത്തുള്ള ആൾക്കാർ, ഇയാളാണ് 5 കോടി രൂപ ഓഫർ ചെയ്യുന്നത്. അയാളുടെ കയ്യിൽ 50 രൂപ കയ്യിലുണ്ടോ എന്നറിയില്ല. പക്ഷെ പ്രശ്നം നമ്മുടെ നാട്ടിൽ സംഘർഷം ഉണ്ടാക്കാനും മറ്റുമാണ്. ആമിർ ഖാൻ തന്നെയാണ് ശരി. ആമിർ ഖാന്റെ വ്യക്തി ജീവിതം, ആമിർ ഖാൻ ഇഷ്ടമുള്ളവനെ കല്യാണം കഴിക്കുകയോ കല്യാണം കഴിക്കാതിരിക്കുകയോ ഗൗരി അടക്കമുള്ള ആൾക്കാർ, ഇനി അത് ഹിന്ദു ആണെന്ന് തോന്നുന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ ആയിരിക്കും, അവർക്ക് അങ്ങനെയൊന്നുമില്ല, അപ്പുറത്തൊരു മുസ്ലിം മതി, അതിന്റെ പ്രത്യേകതയാണ്. എന്തായാലും ആമിർ ഖാൻ നമ്മുടെ അഭിമാനവും ഇവർ നമ്മുടെ അപമാനവുമാണ്.